5 ഇറാനിയൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് അഭയം നൽകി ഓസ്ട്രേലിയ. ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി ഓസ്ട്രേലിയയിൽ നിന്നെത്തിയതായിരുന്നു ഇറാനിയൻ വനിതാ ടീം. തങ്ങളുടെ ആദ്യ മത്സരത്തിന് മുൻപ് ഇറാനിയൻ ദേശീയഗാനം ആലപിക്കാൻ വനിതാ ടീം അംഗങ്ങൾ വിസമ്മതിച്ചിരുന്നത് വലിയ വാർത്തയായിരുന്നു. തിരിച്ച് നാട്ടിലെത്തിയാൽ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന ആശങ്കയിൽ ടീമിലെ 5 കളിക്കാർ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഓസ്ട്രേലിയൻ സർക്കാർ കളിക്കാർക്ക് സുരക്ഷയും അഭയവും നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. കളിക്കാർക്ക് അഭയം നൽകിയ നടപടിയിൽ ട്രംപ് ഓസ്ട്രേലിയയെ പ്രശംസിച്ച് ഗോഡ് ബ്ലെസ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. അർദ്ധരാത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാനിയൻ അധികൃതരുടെ സമ്മർദ്ദത്തെ തുടർന്നാകണം 2ാം മത്സരത്തിന്റെ ദേശീയഗാന സമയത്ത് സല്യൂട്ട് ചെയ്ത് നിന്നാണ് ടീം ദേശീയഗാനം ആലപിച്ചത്. ഓസ്ട്രേലിയ സർക്കാർ 5 താരങ്ങൾക്കും ഹ്യൂമാനിറ്റേറിയൻ വിസ അനുവദിച്ചതായി ആഭ്യന്തരകാര്യമന്ത്രി സ്ഥിരീകരിച്ചു. ഇപ്പോൾ കളിക്കാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടെ ഓസ്ട്രേലിയ E-7A വെഡ്ജ്ടെയിൽ യുദ്ധവിമാനവും മിസൈലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നു. UAE പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം തങ്ങളുടെ ഓസ്ട്രേലിയൻ പൗരന്മാർക്കും സിവിലിയൻ ജനങ്ങൾക്കും സുരക്ഷ നൽകുന്നതിനായാണ് ഈ നടപടിയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വിശദമാക്കി. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശവും അഭയാർത്ഥി വിഷയങ്ങളും വീണ്ടും സജീവ ചർച്ചയാകുന്നു. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ.